അങ്ങനെ സായിയുടെ ഫാമിലി വന്നിരിക്കുകയാണ്. സായിയുടെ ഭാര്യ വന്ന് സായിയെ വിരട്ടിയിരിക്കുകയാണ്. സായി കൃഷ്ണനായിട്ട് നിൽക്കാനാണ് അതിനകത്ത് വന്നത്. അപ്പം എവിടെ സീക്രട്ട് ഏജന്റ്? എവിടെ സീക്രട്ട് ഏജന്റ് ആയതുകൊണ്ടല്ലേ ബിഗ് ബോസ് വിളിച്ചത്? എന്നിട്ട് ഇപ്പം അതൊക്കെ കളഞ്ഞ ഗെയിം കളിക്കാൻ തന്നെ ഇങ്ങോട്ട് വന്നത്. എനിക്ക് വേണ്ട സ്നേഹം, എനിക്ക് ഈ ഞാനൊക്കെ ആയിട്ടുള്ള ഇത് മതി. അതിനാണ് നിങ്ങളിവിടെ വന്നത്. സായി കരയുന്നു. എന്താണ് സംഭവം? ലൈവിൽ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണെടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴാണ് ഫാമിലി വീക്കിൻ്റെ ഒരു ഓളം വന്ന് സത്യം പറയാമല്ലോ. അപ്സരയുടെ ഹസ്ബൻഡ് കയറിയ ടൈം മുതലാണ് ഫാമിലി വീക്കിൻ്റെ ഓളം വന്നു തുടങ്ങിയത്. അമ്മയും അപ്സരയുടെ ഹസ്ബൻഡ്, അമ്മ, സ്നേഹ ഇവരൊക്കെ കയറിയപ്പോഴാണ് ഒരു ഓളം വന്നത്. സത്യം പറയാമല്ലോ, ഫാമിലി വീക്കിന് നമ്മൾ കണ്ണെടുക്കാൻ തോന്നാതെ ഇത്ര നേരം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ലൈവ്. സായി കരഞ്ഞു. അപ്സരയുടെ ഹസ്ബൻഡ് പൊളി. വീട്ടുകാരൊക്കെ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ്. എന്താണ് കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അങ്ങനെ നമ്മുടെ ടാസ്ക് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വാവേ വന്നു മകൾ സമ്മാനം. ആ പാട്ട് എനിക്ക് തൊണ്ട വയ്യാട്ടാ, അതുകൊണ്ട് ആ പാട്ട് കേൾക്കുന്നു. അപ്സരയുടെ അമ്മ എൻട്രൻസിൽ കൂടെ മഴയാണ്, കുടയും പിടിച്ചുകൊണ്ട് വരുന്നു. അപ്സര ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു. എല്ലാവരുടെ അടുത്തും മക്കളെ എന്തിനാ ഇവിടെ വാ, മക്കളെ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരി മക്കളെ. നമ്മുടെ ട്രിവാൻഡ്രം ലാംഗ്വേജ് ആണല്ലോ. മക്കളെ വാ, എന്തിനു മക്കളെ ശ്രീതു മാറിയിരിക്കുന്ന എന്തിനു മക്കളെ ഇങ്ങനെ വരി, ഇവിടെ ഇരിക്കി. നല്ല അടിപൊളി സംസാരേ. അപ്പം റസ്മിൻ ആൽബിച്ചേട്ടൻ വന്നില്ലേ? അപ്പം അപ്സര ആൽബിച്ചേട്ടൻ വന്നില്ല. ആൽബിച്ചേട്ടൻ എവിടെ? അമ്മ ആൽബിച്ചേട്ടൻ. അപ്പം അമ്മ മക്കളെ ഷൂട്ടുണ്ട് മക്കളെ ഇന്ന്. വരാനിരുന്നാൽ തന്നെ ആൽബി വരാനിരുന്ന പക്ഷെ ഷൂട്ടുണ്ട് മക്കളെ. അപ്പം അമ്മ വീണ്ടും മക്കളെ അഭിഷേകിൻ്റെ അടുത്ത് മക്കളെ അമ്മ വന്ന്, മക്കളെ വിഷമിക്കണ്ട. എനിക്കത് ഭയങ്കര സന്തോഷം തോന്നിയൊരു സമയമാണ്. അപ്സരയുടെ അമ്മ പോയിട്ട് അഭിഷേകിനെ കെട്ടിപ്പിടിച്ച് മക്കളെ അമ്മ വന്ന് എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്തോന്നില്ല, കണ്ണങ്ങ് നിറഞ്ഞു പോയി ആ നിമിഷം. അപ്പോഴേ അപ്സര ആൽബിച്ചേട്ടൻ എന്ന് വരാത്തത് നേരെ അമ്മ അകത്തുകൊണ്ട് മക്കളെ ശ്രീതു വന്ന് ഇവിടെ ഇരി, അൻസിബ മക്കളെ പിന്നെ ജോലി ചെയ്യാം വാ, എല്ലാവരും വന്ന് ഇവിടെ ഇരിക്കി. എല്ലായിടത്തും സംസാരിക്കുകയാണ്. എന്നിട്ട് അമ്മ പറഞ്ഞു ആൽബി വരാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് മക്കളെ, പക്ഷെ ആൽബിക്ക് പെട്ടെന്ന് ഒരു ഷൂട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ വരുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അമ്മ അങ്ങനെ ഇത് വരാൻ പറ്റൂല അമ്മ, അവർ ഷൂട്ടുണ്ട് മക്കളെ, ഷൂട്ടുണ്ട്. സിജോ മക്കളെ എങ്ങനെയുണ്ട്, വായൊക്കെ കുറവുണ്ടാ, എന്തായി എന്നെല്ലാം ചോദിക്കുന്നു. നേരെ അപ്സര അമ്മയെ കൊണ്ട് ടണൽ റൂമിൽ പോവാണ്. അപ്സര ആൽബി ചേട്ടൻ എവിടെ, സിദ്ധു കുട്ട എവിടെ, എനിക്ക് എല്ലാവരും കാണണം, നിങ്ങളെല്ലാവരും വരുമെന്ന് വിചാരിച്ചല്ലേ ഞാൻ ഇരുന്നത്. അപ്പോഴിതേ സമയം അഭിഷേകും റഷിയും കൂടെ പുറത്തിരുന്നിട്ട് മറ്റേ ലെറ്റർ സീനായെന്ന് തോന്നുന്നു കേട്ടോ, അത് കത്തി. അതാണ് അപ്സരയുടെ അമ്മ വന്നിട്ട് ഇങ്ങനെ കെട്ടിയൊക്കെ പിടിച്ചത്. അഭിഷേക് ഋഷി എടുത്ത് പറയുന്നു. പിന്നീട് സിജോ, ഋഷി, അഭിഷേക് ഇവിടെ ഇരിക്കുമ്പോൾ ഋഷി പറയണത് അപ്സര എത്ര തവണ പറഞ്ഞതാണ് ആൽബിച്ചേട്ടൻ എന്ന്, എന്നിട്ട് ആൽബിച്ചേട്ടൻ വന്നില്ലേ? അപ്പം അമ്മ വീണ്ടും അപ്സര അടുത്ത് റൂമിൽ നിന്ന് പറയാണ് മക്കളെ എയർപോർട്ടിൽ നിന്നപ്പോൾ പോലും എനിക്ക് നിന്നെ ഓർത്ത് ഭയങ്കര അഭിമാനമാണ്. എൻ്റെ അടുത്ത് ഒരു പോലീസ് വന്ന് ചോദിച്ച് അപ്സരയുടെ അമ്മയല്ലേ, എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എൻ്റെ മക്കൾ നല്ല രീതിയിൽ കളിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്, എനിക്കിപ്പോൾ നിന്നെ ആലോചിച്ച് അഭിമാനമാണ് മക്കളെ. അപ്സര ആൽബിച്ചേട്ടന് ഒരു ദിവസം ലീവ് എടുത്തുകൂടെ? അപ്സര അതിൽ നിന്ന് വിടണില്ല. ആൽബിച്ചേട്ടന് ഒരു ദിവസം ലീവ് എടുത്തു. അങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടുകാർ ഓരോന്നൊക്കെ അവരും അവിടെ ഇവിടെ ഇരിക്കുന്നത് സംസാരിക്കുന്നു. ഇതേ സമയം ജാസ്മിനും അർജുനും കൂടി ബാത്റൂം ഏരിയയിൽ പോവാണ്. അർജുനെടുത്തൊരു സാധനം, ഒരു സ്പ്രേ കണക്കത്തെ ഒരു സാധനം എടുത്ത് അടിക്കാൻ പറഞ്ഞാൽ ജാസ്മിനെടുത്ത് അടിക്കാൻ പറയുന്നത് വർക്കാവത്തോടെ കൊട്ടിയിട്ട് അടിക്കാൻ പറയുന്നത് അതെല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് അവിടെയൊക്കെ വീഴുന്നു. അതെല്ലാം പറക്കി കഴുകിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഡ്രസ്സിങ് റൂമിൽ നിന്നും ഒരാൾ മാസ്ക് ഒക്കെ ധരിച്ച ഒരാൾ ഇറങ്ങി വരുന്നു. അപ്സരയുടെ ഹസ്ബൻഡ് ആൽബിയാണ്. ആർക്കും മനസ്സിലാവുന്നില്ല. ജാസ്മിനോട് നിൽക്കുന്നു. ജാസ്മിൻ്റെ കയ്യിൽ ഒരു ഒറ്റ അടി. അപ്പുറത്ത് അർജുൻ നിൽക്കുന്നു. അർജുനെ അടിക്കുന്നു. വെളിയിൽ ഇറങ്ങുന്നു. നോറ ഓ എന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കുന്നു. ആൽബിയുടെ കൂടെ വേറെ ഒരാളും കൂടി നമ്മുടെ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് മാസ്ക് വെച്ചിട്ട് ഇറങ്ങുന്ന ആൽബിയെ പിടിക്കാൻ കണക്കിൽ. അപ്പോൾ അപ്സര ഈ ശബ്ദമെല്ലാം കേട്ടുകൊണ്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ അപ്സരയ്ക്ക് മനസ്സിലായി ആൽബി ആണെന്ന് മനസ്സിലായി. ആൽബി ഓടി വരുന്നു, അപ്സരയെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള നിമിഷങ്ങളൊക്കെ ആയിട്ട് നിൽക്കുവാണ്. പിന്നീടാണ് എൻ്റെ പൊന്നെ ചിരിച്ച് മണ്ണ് കപ്പണത്. പിന്നീടുള്ള 1 മണിക്കൂറാണ്. ആൽബി അവിടെ ഒന്ന് നിന്നിട്ട് എല്ലായിടത്തും എല്ലാവരും നമ്മൾ കാണുന്നുണ്ട്. വളരെ നന്നായിട്ട് എല്ലാവരും സൂപ്പറായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അൻസിബ ഞാൻ നിങ്ങളെ മുമ്പ് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വിഷുവിന് നമ്മൾ ഒരുമിച്ചായിരുന്നു കണി കണ്ടത്, ഓർമ്മയുണ്ടോ? ധർമ്മജൻ ബോൾഗാട്ടിയുടെ റൂമിൽ ധർമ്മജൻ ബോൾഗാട്ടി ഓർമ്മയുണ്ട്, വിഷുക്കണി. അങ്ങനെ അവർ സംസാരിക്കുന്നു. റസ്മിനെ സുഖമല്ലേ, സിജോ അങ്ങനെ ഉണ്ട്. അപ്പോൾ അപ്സര എനിക്ക് തുള്ളിച്ചാടി, തുള്ളിച്ചാടി നിൽക്കുകയാണ്. അപ്പം ഓരോരുത്തരും അവിടെ വന്നിരുന്നിട്ട് അപ്സരയുടെ കാര്യം ഞാൻ ആലോചിക്കുമ്പം
അപ്സര പേടിക്കണ്ട, നമുക്കിനി ബിഗ് ബോസ് കപ്പ് കിട്ടില്ലെങ്കിൽ നമുക്ക് പുറത്തുപോയി ജയിക്കാം, പുറത്തുപോയി നമുക്ക് വിജയിക്കാം. കാരണം ഇപ്പോൾ കട്ട് തിന്നാനും മോട്ടിച്ചിനാനൊക്കെ പഠിച്ചല്ല, നമുക്ക് അപ്പുറത്തെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ കോഴിയും ഒക്കെയാണ് നമുക്ക് മോട്ടിക്കാം. പിന്നെ എല്ലാം പഠിച്ചല്ല, വെയിറ്റ് കുറയുമെന്ന് വിചാരിച്ചാണ് അപ്സര ഇങ്ങോട്ട് വന്നത്. വെയിറ്റ് എന്നിട്ട് ഇപ്പോൾ കുറഞ്ഞോ കൂടിയോ എന്തോ, കട്ട് തിന്നാനൊക്കെ അപ്സര കുറേ പഠിച്ചിട്ടുണ്ട്. ജിൻഡോ കുറേ നുള്ളൊക്കെ കിട്ടി കാണുമല്ലോ, ഡാൻസ് ഒക്കെ പഠിപ്പിച്ച് തന്നപ്പോൾ സൂപ്പറായിരുന്നു അപ്സരയുടെ അമ്മ. മക്കളെ ഇനി നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു മുറയെ വന്ന് പാത്തായി കളിക്കണം, അമ്മയ്ക്ക് ഭയങ്കര ആശയാണ്, മക്കളെ രണ്ടുപേരും കൂടി അത് കളിക്കണം കേട്ടാ. അപ്പോൾ ഓക്കെ അമ്മ, അതൊക്കെ നമ്മൾ കളിക്കാം. അങ്ങനെ ആൽബിച്ചേട്ടാ ഞാൻ എങ്ങനെ ഉണ്ട്, ഞാൻ എനിക്കെന്തെങ്കിലും മാറ്റമുണ്ട് ആൽബിച്ചേട്ടാ, ഞാൻ ഓക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടുകാരുടെ അടുത്ത് ഭയങ്കരമായിട്ട് ആൽബി മിങ്കിളായി കേട്ടോ, ഭയങ്കരമായിട്ട് മിങ്കിളായി. അപ്പോൾ ജാസ്മിനും അപ്സരയുടെ മിണ്ടത്തില്ലല്ലോ, മക്കളെ ജാസ്മിനെ നീ എന്തിനു മാറിയിരിക്കണം, വന്ന് എൻ്റെ അടുത്തിരി, അപ്സരയുടെ അമ്മ വന്ന് അടുത്തിരിക്കുന്നു. അപ്പം ജാസ്മിൻ പറയുന്നത് രാവിലെ നമ്മൾ തമ്മിലൊരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, പിന്നെ നമ്മൾ ഇതുവരെ മിണ്ടിയില്ല, അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായിട്ടാണ് ഇന്നത്തെ ലൈവ്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് 15,000 പേരായിരുന്നു മാക്സിമം ലൈവിൽ ഫാമിലി വീക്ക് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ലാസ്റ്റ് അപ്സരയുടെ ഹസ്ബൻഡൊക്കെ വന്ന സമയത്ത് 35,000 പേര് ആ ലൈവ് കണ്ടുകൊണ്ടിരുന്നത്. കാരണം അത്ര രസമായിരുന്നു കാണാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം എപ്പിസോഡിൽ എത്രത്തോളം അവർ ടെലികാസ്റ്റ് ചെയ്യുന്നു, അത്രയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഇവർ പിന്നെ നേരെ റൂമിൽ പോകുന്നു. അവരുടെ സംസാരങ്ങളാണ്, നീ അടിപൊളിയാണ്, കൊള്ളാം, കളിക്കണം, എല്ലാവരും നല്ല പ്ലെയേഴ്സാണ്, വേറെ ഹിന്ദികളൊന്നും എക്സ്ട്രാ കൊടുക്കുന്നൊന്നുമില്ല, നല്ലതുപോലെ എല്ലാവരും കളിക്കണം. വെളിയിൽ വന്നിരിക്കുന്നു, അപ്സരയെ ട്രോൾ ചെയ്യുന്നു, അപ്സരയെ കുറേ ആൽബി ട്രോൾ ചെയ്യാണ്. കല്യാണം കഴിഞ്ഞിട്ട് റീൽ എടുക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് നുള്ളി പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞ് കുറേ ട്രോളുകൾ പറയുന്നു. അപ്പോഴാണ് ദൂരെ ഒരു മഴവില്ലിന്നേഴം വർണ്ണം പോൽ തൂവൽ കവിളിനയിൽ ആ പാട്ടും കേട്ടോണ്ട് പവിഴ മഴയേ, ഈ പാട്ട് വിട്ടോണ്ട് വരുന്നു ആര്, സായിയുടെ വൈഫ് സ്നേഹ. അപ്പോഴാണ് സിജോ സായിയെ വിളിച്ചോണ്ട് വെളിയിലോട്ട് പോകുന്നു. പോടാ പോയി, നീ ഉമ്മ വയ്ക്കാന്നല്ലേ പറഞ്ഞു, നീ പോയി ഉമ്മ വൈ, നീ ഇന്ന് ഫ്രഞ്ച് കിസ് അടിക്കണം, ഇന്ന് കാണണം, ഇന്ന് നീ അത് ചെയ്യുമെന്നല്ലേ പറഞ്ഞത് അവളെ വരുമ്പം, ഇന്നത് കാണണം. അപ്പം സായി അങ്ങനൊന്നുമില്ല, ആക്കൊന്നുമില്ല, വെറുതെ. അങ്ങനെ സായിയും സ്നേഹമായിട്ട് സംസാരിക്കുന്നു. നേരെ സ്നേഹയും കൊണ്ട് റൂമിൽ പോകുന്നു. സ്നേഹ ചോദിക്കണം എന്തിനാണ് ഇവിടെ വന്നത്. കാരണം അത് ഇവിടെ ഇപ്പം എനിക്ക് സായി കൃഷ്ണനായിട്ട് ഇന്ന് നിൽക്കണം ഇനിയുള്ള കാലം മൊത്തം. എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി, ബാത്റൂമിൽ ഞാൻ ഫ്ലഷ് അടിക്കാത്തത് എനിക്ക് മനസ്സിലായി. പക്ഷെ സ്നേഹ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പറായിട്ട് കണ്ടസ്റ്റൻ്റ് ആയിട്ട് വരാൻ പറ്റിയിട്ടുള്ള ഒരാളാണ്. കാരണം സ്നേഹ അതിനകത്ത് പോയിട്ട് സായിയുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ആ കാര്യം പറയല്ലേ, ചുറ്റും ക്യാമറ അടിക്കും, വേണ്ടത് നാറ്റിക്കല്ലേ, സീക്രട്ട് ഏജൻറ്റിൻ്റെ വൈഫാണ് ഞാൻ, അയ്യോ എന്നെ തൊലയ്ക്കരുത് നിങ്ങൾ, ആ ലെവലിൽ സായി എന്തൊക്കെയോ. സായിക്ക് എനിക്ക് മനസ്സിലായ സംഭവം, സായി ഇതിനകത്ത് വന്നത് സായിക്ക് ഇത്തിരി ഫെയിമും കാര്യങ്ങളൊക്കെ കിട്ടി. ഇനി ഈ പറഞ്ഞെടുക്കുക എനിക്ക് ഫയറും ആവണ്ട, പഴയതുപോലെ നിൽക്കാൻ വേണ്ട, എനിക്ക് സായി ആയിട്ട് നിന്നാൽ മതി, എനിക്ക് സീക്രട്ട് ഏജൻറ്റ് ആവണ്ട. നമുക്കറിയാം സായി എന്ന് പറയുന്ന പേഴ്സൺ വളരെ ജെനുവിൻ പേഴ്സണാണ്, ബിഗ് ബോസിനകത്ത് വളരെ ജെനുവിനാണ്. ഗെയിം കളിക്കുന്നോ ഇല്ല എന്നുള്ളതല്ല, വളരെ ജെനുവിനാണ് അല്ലേ, ആരും ചതിക്കുകയോ വെട്ടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ സായി പറയുന്നത് എനിക്ക് അങ്ങനെ നിന്നാൽ മതി. അപ്പോൾ സ്നേഹം പറയുന്നത് അതിനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്, അത് നിങ്ങളെ സീക്രട്ട് ഏജൻറ്റ് ആക്കിയല്ലോ, സീക്രട്ട് ഏജൻറ്റ് ആയതുകൊണ്ടാണല്ലോ നിങ്ങളിങ്ങോട്ട് കൊണ്ടുവന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ സായി പറയുന്നത് എനിക്ക് കുറച്ച് ദിവസം മുമ്പേ എൻ്റെ രണ്ട് പട്ടികളുടെ പേര് പറയുന്നു, അവർക്ക് എന്തോ പറ്റിയെന്ന് പറ. ഇല്ല ആർക്കൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, പറ എന്താ, ഞാൻ ഓക്കെയാണ്, ഞാൻ ഓക്കെ ആയിക്കോളാം, പറ എന്താ പറ്റിയത്. കുറേ നിർബന്ധിച്ചിട്ട് സ്നേഹ ഒരു പട്ടി മരിച്ചു പോയെന്ന് പറയാണ്. സായിക്ക് ഭയങ്കര വിഷമമാവുന്നു. സായി 30 ദിവസമുള്ളപ്പോൾ ആ പട്ടിയെ എടുത്തുകൊണ്ട് വന്ന് വളർത്തി, ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു, എന്തോ അസുഖം വന്ന് മരിച്ചു. അപ്പോൾ സായിക്ക് ഇത് കേട്ട് ഭയങ്കര വിഷമമായി. സായി ഒരുമാതിരി ഞാൻ ഓക്കെ ആവാന്നൊക്കെ പറഞ്ഞെങ്കിലും ഭയങ്കര വിഷമമായിട്ട് കരഞ്ഞ് കുറേ നേരം സ്നേഹം ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും പറ്റുന്നില്ല സായിക്ക്. അങ്ങനെ സായി നേരെ ബാത്റൂമിൽ പോയി, ഞാൻ കുറച്ച് നേരം സ്വസ്ഥമായിട്ടിരുന്നോട്ടെ എന്നാൽ ബാത്റൂമിൽ പോയി മൈക്കെല്ലാം വലിച്ച് ദൂരെ എറിഞ്ഞ് ബാത്റൂമിനകത്ത് കയറി കരഞ്ഞ് എന്നിട്ട് വെളിയിലിറങ്ങുന്നു. പൊട്ടിക്കരയുന്നുണ്ട്, സ്നേഹയുടെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. സ്നേഹം പക്ഷേ സൂപ്പറായിട്ട് മാനേജ് ചെയ്തിട്ട് കരയില്ലേ സായി, എനിക്ക് തന്ന വാക്ക് ഓർമ്മയുണ്ടോ, നിങ്ങൾ ഇതിനകത്ത് വന്ന് എന്തൊക്കെ വെടിതരങ്ങളാണ് പറഞ്ഞത്, അമ്മയെ ഞാനോട്ട് ഒരു പ്രശ്നമില്ല, അച്ഛന് നിങ്ങളോട്ടുള്ള അച്ഛന് ഓർമ്മ പോലും ഇല്ല, നിങ്ങൾ എന്തെന്നൊക്കെയാണ് ഈ പറയുന്നത് എന്നെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ലിവിങ് റൂമിൽ എല്ലാവരെയും വിളിച്ച് വരുത്തിയിട്ട് ബിഗ് ബോസ് അപ്സരയെ കുറിച്ചിട്ടുള്ള കഥ അമ്മയുടെ അടുത്തും ഭർത്താവിൻ്റെ അടുത്തും പറയണം. അവർ അപ്സരയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്സര ചെറുതിലെ എങ്ങനെയായിരുന്നു, ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണിപ്പം നടക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ 2 മണിക്കൂർ നടന്ന സംഭവമാണ് ഇത്. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയത് അപ്സരയുടെ ഹസ്ബൻഡാണ്. ഹസ്ബൻഡും അമ്മയുടെ ട്രിവാൻഡ്രം ലാംഗ്വേജ് സംസാരം, ഞാനും ട്രിവാൻഡ്രമാണ്, പക്ഷേ ഞാൻ കണ്ടാ സംസാരിക്കുന്നത്, ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ സംസാരിക്കുന്ന പൊതുവെ സംസാരിക്കുന്ന ഇങ്ങനെയല്ല. അപ്സരയുടെ അമ്മ പറഞ്ഞു നടക്കണമെന്നല്ല, ചെത്തായിട്ടാണ് സംസാരിക്കുന്നത്. മക്കളെമാര് ഇവിടെ ഇരിക്കും, ചായകളൊക്കെ കുടിച്ചാ ആ ലെവല് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അപ്പം നമ്മളെ നാടാണ്. എൻ്റെ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 8-9 കിലോമീറ്റർ മാത്രമേ അപ്സരയുടെ വീട്ടിലോട്ടുള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു തവണ അപ്സരേനെ, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അപ്സര അവിടെ ഡ്രസ്സ് എടുക്കാൻ വന്നപ്പം ഞാനാണ് ഇങ്ങനെ എടുത്തിട്ടൊക്കെ, അന്ന് സാധനത്തിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്സര. അപ്പം ഇതാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും
സൂപ്പർ ഫാമിലി വീക്ക് ഇപ്പം സൂപ്പറായി വരുന്നുണ്ട്. ഇനി പറഞ്ഞിട്ട് എന്തിനു കാര്യം, 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ, നോക്കാം. എന്തായാലും അടിപൊളി. അത്രേ പറയാനുള്ള. അടുത്ത അപ്ഡേറ്റുകളും വിശേഷങ്ങളായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.